Jain sir, my name is Kedat Archita Nair. I am from 80. Sir, എൻ്റെ ക്വസ്റ്റ്യൻ ഒരു മോട്ടോർ വെഹിക്കിളിനെ കുറിച്ചിട്ടുള്ളതാണ്. സാർ നമ്മുടെ ക്ലാസ് എടുത്ത പോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ അധിക സ്പീഡിൽ മോട്ടോർ വെഹിക്കിൾ ഓടിച്ചു കഴിഞ്ഞാലോ അല്ലെ 70 സ്പീഡിൽ മോട്ടോർ വെഹിക്കിൾ കൂടെ ഓടിച്ചു കഴിഞ്ഞാലോ നമ്മുടെ നിയമത്തിന് വിരുദ്ധമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിന് ആ സ്പീഡ് ലിമിറ്റിന് താഴെയുള്ള വെഹിക്കിൾ നിർമ്മിച്ചാൽ പോരെ? എന്തിനാ അതിനെക്കാട്ടിലും മുകളിലുള്ള സ്പീഡുള്ള വണ്ടികൾ നിർമ്മിക്കുന്നത്? ഒന്നിട്ട് പറയാം മക്കളെ, ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. വണ്ടിയെ കുറിച്ചാണോ മദ്യത്തെ കുറിച്ചാണോ മയക്കുമരുന്നിനെ കുറിച്ചാണോ എന്താണ് ചോദിച്ചത്? വണ്ടിയെ കുറിച്ചാണ്. വാഹനം സ്പീഡാണോ? സാർ മുമ്പേ പറഞ്ഞ പോലെ ക്ലാസ് എടുത്ത പോലെ തന്നെ അധിക സ്പീഡിലോ അല്ലെ 70 സ്പീഡ് ലിമിറ്റിന് കൂടുതൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അത് നിയമത്തിന് വിരുദ്ധമെന്നല്ല പറഞ്ഞേക്കുന്നത്. അന്നേരം പിന്നെ എന്തിനാണ് നമ്മുടെ ഗവൺമെന്റ് അങ്ങനെയുള്ള വണ്ടികൾ നിർമ്മിക്കുന്നത്? ആ സ്പീഡ് ലിമിറ്റിന് താഴെയുള്ള വണ്ടികൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ പോരെ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പം വാഹനത്തിന് ഇപ്പം മോട്ടോർ സൈക്കിളിൻ്റെ വേഗപരിധി അതായിരിക്കത്തില്ല മോട്ടോർ കാറിൻ്റെ വേഗപരിധി. അപ്പോൾ ആ വേഗപരിധിക്ക് മേളിൽ ആ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നിയമവിരുദ്ധമാണ്. അപ്പം അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഇന്നത്തെ റോഡ് സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം, ക്യാമറകൾ റോഡിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്യാമറകൾ അത് ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഫൈൻ നിങ്ങളുടെ ഇതിലേക്ക് വരും അല്ലേ? അപ്പോൾ ഈ റോഡുകളിലല്ലാതെ തന്നെ നമ്മൾ ഈ വാഹനം അല്ലാതെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ചില പ്രൈവറ്റ് ഏരിയകളിലൊക്കെ നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, റേസിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അതിനൊന്നും സ്പീഡ് ലിമിറ്റില്ല. അതുകൊണ്ട് തന്നെ ആംബുലൻസിന് നമ്മൾ സ്പീഡ് ലിമിറ്റില്ല. അത് എത്രയും ഫാസ്റ്റായിട്ട് ചെന്നാൽ ഇപ്പം നമ്മൾ ആംബുലൻസ് സൈറൺ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അന്നേരം നമ്മൾ റോഡിലുള്ള എല്ലാ വാഹനങ്ങളും അതിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം ചില വാഹനങ്ങൾക്ക് ഈ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഫാസ്റ്റായിട്ട് കാഷ്വാലിറ്റിയും കൊണ്ട് ഒരു സ്ഥലത്തുനിന്ന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കേണ്ടുന്നതാണ്. അപ്പം സ്പീഡ് ലിമിറ്റ് നമുക്ക് നിയമത്തിനകത്തിൽ എല്ലാവർക്കും കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ നിയമമുണ്ട് അല്ലേ? നമ്മളെല്ലാം എന്തിലാണ് ഈ മോട്ടോർ വാഹനം നിയമത്തിൻ്റെ കീഴിലാണ് നമ്മൾ ഈ വാഹനങ്ങളെല്ലാം ഓടിക്കുന്നത്, ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ട്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ? അത് സോഷ്യൽ മീഡിയയിലൂടെയും പത്രങ്ങളിലൂടെയും എല്ലാം നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ സ്പീഡ് ലിമിറ്റിനകത്ത് തന്നെ നമ്മൾ ഓടിക്കാനുള്ള ഒരു ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നത് അല്ലേ? നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയാണ്. നമുക്ക് തന്നിട്ടുള്ള നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വേഗതയിൽ തന്നെ ആ വാഹനം ഓടിക്കുക എന്നുള്ളത്. ഓക്കെ, താങ്ക് യു. നമുക്ക് നമ്മുടെ രാജ്യത്ത് പല തരത്തിലുള്ള റോഡുകളുണ്ട്. ഗ്രാമീണ റോഡുകളുണ്ട്, കോർപ്പറേഷൻ റോഡുകളുണ്ട്, എക്സ്പ്രസ് ഹൈവേകളുണ്ട്. അപ്പോൾ ഈ ഓരോ റോഡിനനുസരിച്ച് നമുക്ക് വാഹനങ്ങൾ നിർമ്മിക്കാനായിട്ട് പറ്റത്തില്ല. ഓരോ കമ്പനികൾ ഓരോ മോഡൽസ് കൊടുക്കും. അപ്പോൾ എന്താണ്, നമുക്ക് എക്സ്പ്രസ് ഹൈവേകളിലാണെങ്കിൽ ഒരുപാട് സ്പീഡിലായിട്ട് പോകാം. അപ്പോൾ ഈ രാജ്യത്ത് നമ്മുടെ കേരളത്തിന് മാത്രമായിട്ട് മോട്ടോർ സൈക്കിളായിട്ട് നിർമ്മിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്താണ്, രാജ്യത്തിൽ ഒരുപാട് എക്സ്പ്രസ് ഹൈവേകളുണ്ട്. അപ്പം ആ സ്പീഡിൽ പോകാൻ പറ്റുന്ന വേഗത്തിലുള്ള വാഹനങ്ങൾ അപ്രൂവലിന് വേണ്ടി കൊടുക്കുമ്പം അത് കൊടുക്കും. അപ്പോൾ എന്താണ്, നമ്മുടെ നാടും പല എക്സ്പ്രസ് ഹൈവേകളും പണിയുന്നുണ്ട്. അപ്പം അതിനും കൂടി ചേർത്ത് മുൻകൂട്ടി അതായത് എന്താണ്, നമ്മൾ കുറച്ചും കൂടി ഫോർവേഡായിട്ട് ചിന്തിക്കുകയാണ്. നമ്മുടെ രാജ്യം വികസിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലും വലിയ വലിയ നല്ല നല്ല റോഡുകൾ വരുന്ന ആ റോഡുകൾ കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ് നമ്മൾ ഇറക്കുന്നത്. അപ്പം പറയും എന്താണ്, മാത്രമല്ല നിങ്ങൾക്ക് തന്നെ ഒരു ഹീറോ ഹോണ്ട ചെറിയ അല്ലെങ്കിൽ ഏതെങ്കിലും ബൈക്ക്, സാധാ ബൈക്ക് ഇരിക്കുന്നതും എന്താണ് യൂറോപ്യൻ ബൈക്ക് ഇരിക്കുന്നത് കാണപ്പെടും. നിങ്ങൾ ഏതാ ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് എപ്പോഴും കൗതുകം എത്രയും ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ബൈക്കായിരിക്കും അല്ലേ? അപ്പം എന്താണ്, നിങ്ങളെയും കൂടി തൃപ്തിപ്പെടുത്തുക. അപ്പം എന്താണ്, ഈ രാജ്യത്ത് വലിയ റോഡുകളുണ്ട്. ആ റോഡുകൾക്ക് വേഗത്തിൽ പോകുന്ന രീതിയിലുള്ള വാഹനങ്ങളായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ സർക്കാർ പറയും ഇന്ന റോഡുകൾക്ക് ഇത്ര വഴി, കാര്യം വളവുകളുണ്ട്, ചരിവുകളൊക്കെ ഉണ്ടാവും. അപ്പം ആ റോഡുകളിൽ പോകാനായിട്ട് നമുക്ക് കുറച്ച് വേഗതയിലേ പോകാൻ കഴിയും. എക്സ്പ്രസ് വേ വരുമ്പം സർക്കാർ പറയും ഇത്ര വേഗത്തിൽ പോകാം, നിങ്ങൾക്ക് അപകടമില്ലാതെ പോകാം. കാരണം ഈ പോകുന്ന ഈ ടയറുണ്ടല്ലോ, ടയറിൻ്റെ ഇത്രയൊക്കെ കാണത്തുള്ള ടയറല്ലേ, അത് ഇത്ര സ്പീഡിൽ 50 കിലോമീറ്റർ സ്പീഡിൽ 60 കിലോമീറ്റർ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ 1/4 മാത്രമേ തറയിൽ തട്ടുകളൂ. അപ്പം ചെറിയ റോഡുകളിൽ പോകുമ്പോൾ നിങ്ങൾ വേഗത കുറച്ച് പോവുക. എക്സ്പ്രസ് വഴിയോട് പോകുമ്പോൾ സർക്കാർ പറയുന്ന വേഗത്തിൽ പോവുക. ഓക്കെ, യെസ്, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വാഹനത്തിൽ ആ ചോദ്യത്തിനായിട്ട്
ഒരു ആൻസറും ഉണ്ട്. നമ്മൾ സ്പീഡ് ലിമിറ്റിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ഉണ്ട്. അത് നമ്മൾ ഈ ടിപ്പർ പോലുള്ള വലിയ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാക്കുന്ന വാഹനങ്ങളിലെല്ലാം തന്നെ, ഗുഡ്സ് വാഹനങ്ങളിലും അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ബസ്സില്ലേ, നമ്മുടെ നിരത്തിലോടുന്ന ഒരുവിധം ഹെവി വാഹനങ്ങളിലെല്ലാം സ്പീഡ് ലിമിറ്റിംഗ് ഡിവൈസ് ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഘടിപ്പിച്ച വാഹനം നമ്മൾ ടെസ്റ്റിന് വരുന്ന സമയത്ത് ഈ വാഹനം ഓടിച്ചു നോക്കി ആ സ്പീഡിന് മുകളിൽ അത് ആ വാഹനം അറ്റൈൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിന് മേളിലുള്ള വാഹനത്തിന് ഒരിക്കലും നമ്മൾ ഫിറ്റ്നസ് കൊടുക്കില്ല. അതിനകത്ത് ആ കറക്റ്റ് പറയുന്ന സ്പീഡ് ലിമിറ്റിൽ ആ വാഹനം കട്ടാവുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് CF നൽകാറുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുള്ള സംവിധാനം ഉണ്ട്. അല്ലാതെ ഈ പറയുന്ന കൂട്ട് ഈ ഇത്രയും 60 കിലോമീറ്റർ വേഗത, 60 കിലോമീറ്റർ വേഗതയിലുള്ള ഒരു എൻജിൻ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ എൻജിൻ 60 കിലോമീറ്റർ റീച്ച് ആവാൻ ഒത്തിരി സമയമെടുക്കും. മനസ്സിലായി? അതിൻ്റെ സ്പീഡ് അറ്റൈൻ ചെയ്യാനായിട്ട് ഒത്തിരി സമയമെടുക്കും. അത് 100 കിലോമീറ്റർ അല്ലെങ്കിൽ 110 കിലോമീറ്റർ പവർ സ്പീഡിലെത്താവുന്ന ഒരു വാഹനത്തിനായിരിക്കും നമ്മൾ ഇപ്പോൾ ഒരു 60 കിലോമീറ്റർ വേഗതയിൽ നമുക്ക് സ്പീഡിൽ പോകണം. അപ്പോൾ ആ വേഗതയിൽ സ്മൂത്തായിട്ട് ആ വാഹനത്തിന് പോകാൻ സാധിക്കും. അല്ലാതെ ഇതിനെ 60ലേക്ക് കട്ട് ചെയ്ത് മാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. യെസ്, താങ്ക് യു സോ മച്ച്.